വെൽക്കം ടു മിനി മാജിക് മൊമെന്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം കുട്ടിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിലാണ് കേട്ടോ നമുക്ക് സെറ്റാക്കി വെക്കുന്നത്, കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ ഒരു കവറിലാക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതാവുമ്പോൾ നമുക്ക് എടുക്കാനൊക്കെ ഈസി ആയിരിക്കും. പിന്നെ ഉള്ളിലോട്ട് കാണുന്നതാവുമ്പോൾ ഉള്ളിലെന്താ സാധനം എന്ന് പുറത്തുള്ളവർക്ക് അറിയാനും പറ്റും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. നമ്മൾ കുഞ്ഞ് ഗ്ലാസ്സാണ് കേട്ടോ, 5 നമ്മൾ എടുത്തിട്ടുള്ളത്. ഒക്കെ ഞാനെടുത്ത് കാണിച്ചു തരുന്നില്ല, ഒക്കെ നമ്മൾ കഴുകി വെയിലത്തിട്ട് ഉണക്കി അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലൊന്ന് ഞാൻ എടുത്ത് കാട്ടിത്തരാം കേട്ടോ. ബാക്കിയൊക്കെ ഇതാണ് കുറച്ച് ചെറുത് വരുന്നത്, ബാക്കിയൊക്കെ അത്യാവശ്യം ഇതിലേറെ കുറച്ചും കൂടി വലിപ്പന്നെ. ഇതാണ് ഫസ്റ്റ് 5 കേട്ടോ വന്നിട്ടുള്ളത്, നമ്മൾ എടുത്തിട്ടുള്ളത് 5. പിന്നെ ഞങ്ങൾ ബട്ടൺ വരുന്നതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല, പിന്നെ ഇവിടെ എത്തിയിട്ടാണ് നമ്മളൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം അത് ഞാൻ കാട്ടിത്തരാം. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ നമ്മൾ ബേബിക്ക് വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ റോമർ നമ്മൾ തിരിച്ചു പോരുമ്പം ഹോസ്പിറ്റലിൽ പോരുമ്പോൾ ഇടാനാണെന്ന് വിചാരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. തിരിച്ചു പോരുമ്പോൾ ഇടാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട്, ഇട്ടോടുക്കും നമുക്കറിയില്ല, ഏതായാലും നോക്കാം. ഇത് ഇതേപോലെ ഒരു ചെറിയ കവറിലാക്കി വെക്കുന്നുണ്ട്. അതേപോലെ ഒരു സെറ്റാണ് അത്. സ്റ്റിക്കറും കുപ്പായാണ് വന്നിട്ടുള്ളത്. ഇവിടെ മുകളിൽ കെട്ടണ ടൈപ്പ്. നമ്മളിവ ഇട്ട് കൊടുക്കണമെന്നൊന്നും വിചാരിക്കുന്നില്ല. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് കൈപ്പെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളൊരു സെപ്പറേറ്റ് കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു നമ്മൾ കവറിൽ സെറ്റാക്കിയിട്ടുള്ളത് ടർക്കിയാണ് കേട്ടോ. ഒരു 4 ടർക്കിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ മീഷോന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഇത് നൈറ്റ് ഒക്കെ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ആണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇതാണ് നമ്മൾ തിരിച്ച് പോരുമ്പോൾ കുട്ടിക്ക് ആക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ക്ലോത്ത് അടിപൊളിയാണ് കേട്ടോ. നമ്മളിവിടെ കടയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. ടർക്കി അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു സെറ്റിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. നമ്മൾ ഏറ്റവും അടിയിലാണ് കേട്ടോ വെക്കണേ. കുട്ടിക്ക് വേണ്ട ടർക്കി, അതായത് റിസീവ് ചെയ്യുന്ന ടർക്കി, ഡ്രസ്സ്, അതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തരും. അപ്പോൾ പിന്നെ അതിനായിട്ട് സെപ്പറേറ്റ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അടിയിൽ വെച്ചാൽ മതി. ഇതാണ് നമ്മൾ ഫസ്റ്റ് ബാസ്ക്കറ്റിൽ വെക്കണേ. അടുത്തത് ഇതാണ് കേട്ടോ, നമ്മൾ എണ്ണയൊക്കെ തേപ്പിച്ച് കടത്തുമല്ലോ കുട്ടിയെ, ആ ഷീറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് എടുക്കുന്നുണ്ടോ ആവശ്യം വരാൻ ചാൻസ് ഇല്ല. അഥവാ ഇൻ കേസ് അപ്പം നമ്മൾ എടുത്തത് ഇത് ഏറ്റവും അടിയിലാണ് കേട്ടോ വെക്കണേ. അടുത്ത നമ്മുടെ സെറ്റ് ഇതാണ് നമ്മളെ ക്ലോത്ത്, വൈറ്റ് ക്ലോത്ത്. ഇതാ വൈറ്റ് ക്ലോത്ത്. അതിന് മുമ്പ് ഇതാ ചെറിയ മുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്ക് അയൺ ചെയ്ത് വെച്ചാണ് കേട്ടോ. ഇതാണ് നമ്മൾ മുകളിൽ വെക്കണേ. പിന്നെ ഇതാ വൈറ്റ് ക്ലോത്ത് അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഇത് 10 മീറ്റർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് പിന്നെ അത് 60 അളവെടുത്തിട്ട് സ്ക്വയറാക്കി കട്ട് ചെയ്ത് ഒക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ 2 ഡ്രൈ ഷീറ്റ് എടുക്കുന്നുണ്ട്. സ്മാളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മീഡിയം ഒക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ എടുക്കുന്നില്ല ഹോസ്പിറ്റലിലേക്ക്, അതിൻ്റെ അധികം ആവശ്യം വരുന്നില്ലല്ലോ. അപ്പം അത് ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നില്ല. ഈ 2 സ്മാളാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. വൈറ്റ് ക്ലോത്ത് ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല. കൂടുതൽ ഡയപ്പറാവും നമ്മൾ കുട്ടിക്ക് യൂസ് ആക്കുക. പിന്നെ ഇത് കൂടുതൽ എടുക്കണ്ടാവും. അപ്പോൾ കേക്ക് യൂസ് ആക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇതിന് മുകളിലൊക്കെ
അടുത്തത് ക്യാപ്സ് മിറ്റൻ സെറ്റാണ് കേട്ടോ. ബ്യൂട്ടീസും വരുന്ന സെറ്റാണ്. ഒറ്റൊരു സെറ്റ് നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഈ ടർക്കിയിലൊക്കെ റാപ്പ് ചെയ്യണ കാരണം അധികം ആവശ്യം വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഒക്കെ ഈ സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു 5 സെറ്റ് സോക്സ് വരുന്ന ഒരു സെറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫേസ് ടവൽ ഇതിൻ്റെ എത്ര 5 സെറ്റ്. നല്ല ക്യൂട്ട് ഇതിൽ വരുന്ന നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ. മഞ്ഞൊന്നും ഒന്നെടുത്ത് കാണിക്കാം. ഇത്രയാണ് കേട്ടോ. പിന്നെ വലിപ്പം വരുന്നത് നമ്മൾ ഈ മുഖം ഒക്കെ തോത്താൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വെക്കുന്നുണ്ട്. ഓക്കെ, ഈ ബാസ്ക്കറ്റിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ വെക്കണേ. നമ്മളെ നോവലിൻ്റെ വൈബ്സ് വാങ്ങിയിട്ടുണ്ട്. ഇത് 4 കോംബോ സെറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കാം. ഇതാണ് ഇതിൽ ഒന്നേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. അത് എടുക്കുന്നുണ്ട്. അത് നമ്മളെ പാമ്പർ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ സ്റ്റിക്കർ ടൈപ്പാണ്. നമ്മൾ ഇതിൻ്റെ ഈ സെറ്റ് മൊത്തമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 24 കേട്ടോ ഈ ഒരു സെറ്റിൽ വന്നിട്ടുള്ളത്. വെക്കാം. പിന്നെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. അവിടെ ലാബ് റൂമിൽ കൊടുക്കേണ്ടി വരും. ഒരു സോപ്പും വെളിച്ചെണ്ണയും പിന്നെ കഷ്ണമൊക്കെ തിരുമ്പാൻ, അതായത് ഓൽക്കന്നെ കൊടുക്കേണ്ടി വരും. ഉമ്മാൻ്റെ ഡ്രസ്സൊക്കെ കഴുകാൻ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടിക്ക് നമ്മൾ വെള്ളം അത് കൊടുക്കാനൊരു സ്പൂൺ ഒക്കെ സെറ്റാക്കി ഈ കവറിൽ തന്നെ വെക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ തലക്കാലം നമ്മൾ ബാസ്ക്കറ്റിലാണ് ഇടുന്നത്. പിന്നെ നമ്മൾ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളത് ബാഗിലോട്ട് മാറ്റും. അപ്പോൾ പിന്നെ ആ ബാഗ് മാത്രം നമ്മൾ ലാബ് റൂമിൻ്റെ അവർക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ. പിന്നെ അതെ ഇതൊക്കെ ഉമ്മാൻ്റെ സെറ്റാണ് കേട്ടോ. ലാബ് റൂമിലേക്ക് കൊടുക്കാനുള്ളതാണ് ഇത് മൊത്തം. ഷാള്, മാക്സി, അണ്ടർആംസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളത്തുണി ഒക്കെ എടുത്തിട്ടുണ്ട്. ഒക്കെ ഇതിലാണ് ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കണം. അതാകുമ്പോൾ നമുക്ക് ഈസിയായിട്ട് ഇത് മാത്രം എടുത്താൽ മതിയല്ലോ. വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ അത് തൽക്കാലം ഇപ്പോൾ ഈ ബാസ്ക്കറ്റിലാണ് വെക്കുന്നത്. പിന്നെ ആ സമയത്ത് നമ്മളത് ബാഗിലോട്ട് മാറ്റും. ബാസ്ക്കറ്റ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബേബിൻ്റെ എല്ലാ കാര്യങ്ങളും. നമുക്ക് ഉമ്മക്ക് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. നമ്മൾ ഉമ്മക്ക് വേണ്ടിയിട്ട് തിരിച്ചു പോരുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് ഞാൻ ഏറ്റവും അടിയിൽ വെക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഷാളും പാൻറ്റും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ സിബ് വരുന്ന ടൈപ്പാണല്ലോ. ഇതാണ് നമ്മൾ ഫസ്റ്റ് ബാഗിൽ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഉമ്മക്ക് ബാക്കി വേണ്ട ഷാളും എല്ലാ കാര്യങ്ങളും ഒക്കെ ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട്. 3 മാക്സാണ് ഇപ്പോൾ ഉമ്മ ഇതിൽ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പോരുമ്പോൾ ഇടാനൊന്നും പിന്നെ നമ്മൾ ലാബ് റൂമിൽ കൊടുക്കാനൊന്നും കേട്ടോ എടുത്തിട്ടില്ല. അതിൻ്റെ വേണ്ട ഷാളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. കോട്ടൻ്റെ കോഴി എടുത്തിട്ടുണ്ട് കേട്ടോ. മല പാൻറ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ സെറ്റ് വെച്ചിട്ടുണ്ട്. അടുത്തത് ന്യൂ മാമിൻ്റെ സാനിറ്ററി മറ്റേ കണ്ടോ ഞാൻ ഒറ്റൊന്നേ വാങ്ങിയിട്ടുള്ളൂ. നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ നോർമൽ ഈ ഒരു പാഡിൻ്റെ സെറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ബണ്ണ്, ക്ലിപ്പ്, ഷൂ. ഓള് UKG പഠിക്കാണ്. ഓളാണ് ഏറ്റവും ചെറിയ മോള്. അപ്പോൾ ഓള് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പോക്ക് വേണ്ടിയാണ് ഈ ബണ്ണ് ടിപ്പിക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഒരു മിറർ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു പൗഡർ, ചെറുപ്പ്, പിന്നെ ഓളൊരു ഐബ്രോ. ഇതൊക്കെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇതിൽ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തത് മല ബാഗ്. ഇതിലാണ് ആധാർ കാർഡ്, ചെറുകുട്ടിക്ക് പേരുണ്ട് കാര്യമായിട്ട് വരുന്ന എല്ലാ ഇതും ഇതിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും ഇതിൽ വെക്കുന്നുണ്ട്. അടുത്തത് തെറ്റിയിരിക്കണം കേട്ടോ, ചെറിയ നോക്കണം. കൈയൊക്കെ തോത്താൻ വേണ്ടി, ഫുഡൊക്കെ കഴിച്ചിട്ട് കൈയൊക്കെ തോത്താൻ വേണ്ടി ഒരു ടബിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഫേസ് വാഷ്, ഈ കത്രിക എടുത്തിട്ടുണ്ട്. കത്തിയാണ് കേട്ടോ, കത്തി എടുത്തിട്ടുണ്ട്. ഉമ്മാക്ക് ബ്രഷ്, പിന്നെ
മൂക്ക് ചെറിയ മൂക്ക് ഒരു ബ്രഷ്, പിന്നെ സോപ്പ് പെട്ടി എടുത്തിട്ടുണ്ട്, ചണ്ടി എടുത്തിട്ടുണ്ട്, പാത്രം മോറാൻ വേണ്ടിയിട്ട് സ്ക്രബ്ബറും, പിന്നെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്, PS-ൻ്റെ ഒരു സോപ്പ്, ഇത് ഉമ്മാക്ക് യൂസ് ആക്കാം, പിന്നെ കൂടെ ഉള്ളവർക്കും ടേസ്റ്റ് വെളിച്ചെണ്ണ കേട്ടോ, ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് തലയിലൊക്കെ തേക്കാൻ വേണ്ടി യൂസ് ആക്കാം, പിന്നെ ഡെറ്റോള് സോപ്പ് ഇതൊക്കെയാണ് ഈ ഒരു കവറിൽ വന്നിട്ടുള്ളത്. പാത്രം വന്ന ലിക്വിഡ് എടുക്കാൻ ഉണ്ട് കേട്ടോ, അപ്പോൾ അത് ഉമ്മ കൊണ്ടുവരാന്നാ പറഞ്ഞത്, അപ്പോൾ അത് ഇതിൽ വെക്കുന്നില്ല. നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 മുണ്ടെടുത്തിട്ടുണ്ട്, പിന്നെ ഉമ്മാക്ക് ഒരു വേറെ ചെരുപ്പ് എടുത്തിട്ടുണ്ട്, ഇത് ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബാഗിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെക്കണേ. ഒക്കെ ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആയിട്ട് നമ്മൾ ഈ ബാഗിൽ സെറ്റാക്കുന്നത് ബെഡ്ഷീറ്റാണ് കേട്ടോ. ബെഡ്ഷീറ്റ്, ഒരു പുതപ്പ് ഒക്കെയാണ് ഇതിലെടുക്കുന്നത്. ഇത് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇതാദ്യം നമുക്ക് ഇതിൽ റെഡിയാക്കാം. അടുത്തതായിട്ട് നമ്മൾ വെക്കുന്നത് കവറുകളാണ് കേട്ടോ. നമുക്ക് കൈകാലിലെ ഡ്രസ്സ് ഇടാനും ഒക്കെ നമുക്ക് അത്യാവശ്യം കവറുകൾ ആവശ്യമുണ്ടാവും. അത്യാവശ്യം നല്ല വലിയ കവറുകൾ നമ്മൾ സെറ്റാക്കി വെക്കുന്നുണ്ട്. അടുത്ത് ന്യൂസ് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഫുഡേക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാവാം, അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ പ്ലേറ്റ് നമ്മൾ ഇതിലാണ് വെക്കണേ. പ്ലേറ്റ് പിന്നെ ഉപ്പിരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റും എടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇതിലിട്ട് വെക്കാം. അടുത്തൊരു പാത്രം അങ്ങനെ ആക്കിയിട്ട് ഇതിൽ വെക്കുന്നുണ്ട്. അതൊരു ഫ്ലാസ്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലാസ്ക് എടുക്കുന്നുണ്ട്. ഒന്നുകൂടി എടുക്കും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചെറുത് നമ്മൾ കൈ പിടിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. 2 ബക്കറ്റ് എടുത്തിട്ടുണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. രണ്ടിടത്തിനും മൂടി വരുന്നുണ്ട് കേട്ടോ. 2 ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ ബക്കറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വെക്കുന്നത് നോക്കാം. 4 ഗ്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ 2 പാട്ട, ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ് ഇതിനുള്ളിലാക്കി വെക്കുന്നത്. ചെറിയ ബക്കറ്റിൽ വെക്കുന്നത് ക്ലോസ് ചെയ്യാം കേട്ടോ. ഈ വലിയ ബക്കറ്റിലോട്ട് ഇറക്കി വെക്കണേ. പിന്നെ ഡ്രസ്സൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ലിക്വിഡ് എടുക്കുന്നുണ്ട്. പിന്നെ 2 കയ്യിലും 2 സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ 2 കറിപ്പാത്രം എടുക്കുന്നുണ്ട്. പിന്നെ തോട്ടി തുറക്കാനും ഒക്കെ വേണ്ടിയിട്ട് കഷ്ണങ്ങൾ എടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ബക്കറ്റിൽ വെക്കുന്ന സാധനങ്ങൾ കേട്ടോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉമ്മാൻ്റെ സൈഡ് ബാഗ് എടുക്കാണ്ട് അതിനാണ് നമ്മൾ ഫയലും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. പിന്നെ അതൊക്കെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി കുട്ടിക്ക് നമ്മൾ വാങ്ങിയത്, അതായത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടാത്ത സാധനങ്ങൾ നമ്മൾ കുറച്ച് ഡ്രസ്സും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി കാട്ടി തരാം കേട്ടോ. നമുക്ക് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൽ തന്നെ ക്യാരി ബെഡ്, റൗണ്ട് ബെഡ്, റാഷസ് ക്രീം, പൗഡർ, സോപ്പ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ട്. അത് ഇൻഷാല്ലാ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ പോയി വാങ്ങാനാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ പാക്കിങ്ങിൽ അതൊന്നും കാണാത്തത്. ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ലാത്ത ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇത് നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ.
നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബട്ടൺ വരുന്ന ടൈപ്പാണ്. അപ്പോൾ നല്ല അടിപൊളി കളേഴ്സിൽ വന്നിട്ടുണ്ട്. ഇത് ലോങ് വീഡിയോ ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ ഞാൻ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നല്ല വലിയ ലോങ് ആയിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് പാർട്ട് 2 ആയിട്ടാവും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. കമ്പനി നമുക്ക് വെറൈറ്റി കളറാണ്. ഇത് സൈഡ് ബട്ടൺ ജിബ്ലാസ് ആണ് കേട്ടോ. സൈഡിലാണ് നമ്മൾ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സൈഡ് ബട്ടണാണ് ഇത് 2 വരുന്നത്. ബാക്കിലൊക്കെ ഫ്രണ്ടിൽ ബട്ടൺ വരുന്ന ടൈപ്പും. കമ്പനി ഇങ്ങനെ കവറിലാണ് കേട്ടോ നമ്മൾ സെറ്റാക്കി വെക്കുന്നത്. പൊടിയൊക്കെ പാറിയാലും ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അത്യാവശ്യം കുറച്ച് കഴിഞ്ഞിട്ട് 40 കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. നമ്മൾ അയൺ ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് ബേബിൻ്റെ മുണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഹോസ്പിറ്റൽ ബാഗിൽ നമ്മളൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഒരു 3 നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് 2 ഉണ്ട്. ഇനി അടുത്തത് ഇതാണ്. ഇതെൻ്റെ ഡ്രസ്സ് മമ്മ വാങ്ങിയതാണ് കേട്ടോ. കൈ വരുന്ന ടൈപ്പാണ് കേട്ടോ. ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു വുഡി ടൈപ്പാണ്. ഫുൾ കൈ വന്നിട്ട് നല്ല ഭംഗിനെ കാണാം. നമ്മളിവിടെ ഇതേപോലെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് ഡ്രൈ ഫ്രൂട്ടാണ് കേട്ടോ. മീഡിയാണ് വന്നിട്ടുള്ളത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇത് സ്മാളാണ് കേട്ടോ. ഇതിൽ 3 വരുന്ന സെറ്റാണ് നമ്മൾ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 2 നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൽ വെച്ചിട്ടുണ്ട്. 1 ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്തത് റോംബറാണ് കേട്ടോ. നമ്മൾ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ വേണ്ടവർ അതിൽ നോക്കാവുന്നതാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അതേപോലെയാണ് കേട്ടോ ഇത് 2. അടുത്തത് ഇത് ബാത്ത് ടബലാണ് കേട്ടോ. ഇവിടെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ വിട്ടാൽ മതി. ബാത്ത് ടബൽ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തത് ടർക്കിയാണ്. അങ്ങനെ ഒരു 3 ഇപ്പം മീശോ ഓർഡർ ചെയ്താണ് കേട്ടോ. കുഴപ്പമില്ല, സംഭവം അടിപൊളിയാണ്. ബട്ട് എന്തും ഇതിമ്പോൾ ഒട്ടി പിടിക്കും കേട്ടോ. ഇങ്ങനെ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് നമ്മളിവിടെ നിന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. സ്റ്റിക്ക് വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു പാക്കിൽ നമ്മൾ ഈ ഒരു കളറിൽ നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു കോംബോ സെറ്റാണ് കേട്ടോ. 2 സൂപ്പർ. ഇത് നമ്മൾ കടയിൽ നിന്ന് തന്നെ വാങ്ങിയത്. ബട്ട് ഇത് തീരെ ക്വാളിറ്റി ഇല്ല കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ആക്കാം. ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ അതേപോലെ ഞാൻ സ്റ്റാപ്ലർ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുഴപ്പമില്ല. ബട്ട് ഇത് ഭയങ്കര ഒരയായിട്ട് തോന്നി. അപ്പോൾ ഇത് നമുക്ക് യൂസ് ആക്കാൻ പറ്റിക്കണമെന്നില്ല. അടുത്തത് സ്പൂണാണ് കേട്ടോ. ഇത് 2 വരുന്നൊരു സെറ്റ് നമ്മൾ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഒന്ന് നമ്മൾ സംസം വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ. ഇത് നമ്മൾ സെബാമെഡിൻ്റെ ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ അടുത്ത പ്രോഡക്റ്റ്. ഇത് വെള്ള തുണിയാണ് കേട്ടോ. ഇത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇതാണ് ബാക്കി നമ്മൾ അതായത് ഹോസ്പിറ്റലിലേക്ക് പാക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതാണിത്. അടുത്തത് നഖം വെട്ടാൻ കട്ടർ വാങ്ങിയിട്ടുണ്ട്. അടുത്ത ചിക്കം കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നി. അപ്പം രസം കണ്ടിട്ട് അവൾ വാങ്ങിയിട്ടുള്ളതാണ്. അടുത്തത് ഈ ഒരു കിൽക്കം ഒരു ബേബി ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. സ്ലിക്കണാണ് ടീച്ചറായിട്ടും റാറ്റിലായിട്ടും നമുക്ക് യൂസ് ആക്കാം. അടിപൊളിയാണ് കേട്ടോ. ചെറുത് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള അതർ കാര്യങ്ങൾ. ഇത് നമ്മൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടാത്തൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.